ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്കാണ്. കഴിഞ്ഞ ദിവസം ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടമൊക്കെ പോലീസ് കണ്ടെത്തിയിരുന്നു. ഈ കേസിലെ 4ാം പ്രതി അബ്ദുൽ നാസറിനായി ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ നൽകുന്നുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് സ്ഥിരീകരിക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന വിഷയവും അന്വേഷണ പരിധിയിലാണ്. അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ലിനറ്റ് വർഗീസാണ് ചേരുക. ലിനറ്റ്, ഗുഡ് മോർണിംഗ്. ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഉറവിടം പോലീസ് കണ്ടെത്തിയിരുന്നു. അൺഎയ്ഡഡ് സ്കൂളിലെ പിയൂൺ നാസറാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ അധ്യാപകൻ ഫഹദിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയും ക്രൈംബ്രാഞ്ച് വിശദമായി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ നിലവിലെ അന്വേഷണ സംഘത്തിന്റെ നീക്കം എങ്ങനെയാണ്? ഏതൊക്കെ വിഷയങ്ങൾ ചോദിച്ചറിയാനാണ് നിലവിലെ ആലോചന? ലിനറ്റ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഇപ്പോൾ 4ാം പ്രതിയായിരിക്കുന്ന അബ്ദുൽ നാസറിന് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ ക്രൈംബ്രാഞ്ച് ഇന്ന് നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ 4ാം പ്രതിയാണ് ഈ ഒരു ചോദ്യപേപ്പർ ചോർത്തി MS സൊല്യൂഷനും മറ്റ് ഈ ഒരു ചോദ്യപേപ്പർ ചോർന്നതിന് കാരണമായത് എന്ന കണ്ടെത്തലാണ് ഇന്നലെ ക്രൈംബ്രാഞ്ച് വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ അബ്ദുൽ നാസർ വഴിയാണ് ചോദ്യപേപ്പറുകളൊക്കെ തന്നെ ഫോട്ടോ എടുത്ത് MS സൊല്യൂഷനിലെ അധ്യാപകനായ ഫഹദിന് വാട്സപ്പ് വഴി അയച്ചു കൊടുത്തത് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഒരു കൃത്യം നടത്തിയതിനു ശേഷം ഈ ഫഹദും അതോടൊപ്പം ഈ അബ്ദുൽ നാസറും ഫോൺ ഫോർമാറ്റ് ചെയ്യുകയും മറ്റ് ഡീറ്റെയിലുകളൊക്കെ തന്നെ ഡിലീറ്റ് ചെയ്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഫോണുകൾ ഈ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനാണ് തീരുമാനം. അതോടൊപ്പം ഇതിന് തൊട്ടു പിന്നാലെ ഈ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ, ഈ ഫഹദും അബ്ദുൽ നാസറും തമ്മിലുള്ള ബന്ധം, മുൻപ് ജോലി ചെയ്ത അതേ സ്കൂളിലെ ഫഹദ് ജോലി ചെയ്ത അതേ സ്കൂളിലെ പിയൂണാണ് ഈ അബ്ദുൽ നാസർ. ഈ ഒരു ബന്ധത്തെ മുൻനിർത്തിയിട്ടാണ് ഈ ചോദ്യപേപ്പറുകളൊക്കെ തന്നെ ഈ ഒരു ഫഹദിന് അയച്ചു കൊടുത്തിരുന്നത്. മുൻപും ഇതുപോലെ കഴിഞ്ഞ വർഷവും ഇതുപോലെ ചോദ്യപേപ്പറുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഈ പ്രതി അബ്ദുൽ നാസർ സമ്മതിച്ചിരിക്കുന്നത്. ഈ ഒരു 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷും അതോടൊപ്പം +1 മാത്സ് ചോദ്യപേപ്പറുകളുമാണ് ചോർത്തിയതെന്ന വിവരമാണ് അബ്ദുൽ നാസർ നൽകിയിരിക്കുന്നത്. ഇതിന് പിന്നിൽ എന്തെങ്കിലും സാമ്പത്തിക ലാഭം നാസറിന് ഉണ്ടായിട്ടുണ്ടോ എന്നറിയേണ്ടതുണ്ട്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കേണ്ട സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റാരുടെയെങ്കിലും അറിവോടുകൂടിയാണോ ഈ ഒരു ചോദ്യപേപ്പറുകളൊക്കെ തന്നെ അയച്ചു നൽകിയത് എന്നറിയേണ്ടതുണ്ട്. അതുകൊണ്ട് വിശദമായ അന്വേഷണം ഇതിൻ്റെ പേരിലും അതോടൊപ്പം ഈ അബ്ദുൽ നാസറിനെ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ ഈ ഒരു കോടതിക്ക് സമർപ്പിക്കുന്നത്. അതോടൊപ്പം 1ാം പ്രതിയായിരിക്കുന്ന MS സൊല്യൂഷൻ്റെ CEO ആയിരിക്കുന്ന ഷുഹൈബിന് വേണ്ടിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയും നൽകും. അതായത് ഷുഹൈബിൻ്റെ ഈ ഒരു മുൻകൂർ ജാമ്യം ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യരുത് എന്നൊരു ഹൈക്കോടതി നടപടി തുടരുന്ന സാഹചര്യത്തിൽ ഈ ഒരു വിഷയങ്ങളൊക്കെ 4ാം പ്രതിയുടെ കുറ്റസമ്മതവും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കട്ടെ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ പ്രതികൾക്ക് പങ്കുണ്ടോ എന്ന കാര്യത്തിലുമൊക്കെ വ്യക്തത വരേണ്ടതാണ്. കുട്ടികളുടെ ഭാവിയാണ്, പരീക്ഷാകാലമാണ്. ശരി ലിനറ്റ്.